ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഒരാളോട് ഒരു സമ്മതം ചോദിക്കാം എന്നാണ്. അതായത് നമുക്ക് രണ്ട് രീതിക്ക് നമുക്ക് ചോദിക്കാം. ഇപ്പം നമ്മളൊക്കെ ചോദിക്കാറുണ്ട്, ഞാൻ ഈ വാതിലടച്ചോട്ടെ, അല്ലെങ്കിൽ ഞാനൊന്ന് അങ്ങോട്ട് പൊക്കോട്ടെ, അല്ലെങ്കിൽ ഞാനിത് കേട്ടോട്ടെ, ഇങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം എന്നാണ്. ഈസിയായ മെത്തേഡാണ്. രണ്ട് രീതിക്ക് നമുക്ക് ഒരാളോട് സമ്മതം ചോദിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കതെങ്ങനെ നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, എനിക്ക് ഇപ്പോൾ അവിടെ വരാമോ അല്ലേ. ഇപ്പം നമുക്ക് അകത്തേക്ക് കയറണം, അല്ലെങ്കിൽ ഒരു ഓഫീസിൻ്റെ അകത്തേക്ക് കയറണം, അല്ലെങ്കിൽ നമുക്കിപ്പം എവിടേക്കെങ്കിലും ഒന്ന് പോകണം. ആ സമയത്തൊക്കെ നമ്മൾ വിളിച്ച് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അകത്തുള്ളവരോട് ചോദിക്കാറുണ്ട്. പല കേസിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അല്ലേ. എനിക്ക് ഇപ്പോൾ അവിടെ വരാമോ എന്നൊരു സമ്മതം നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? കെൻ ഐ കം ഓവർ ദർ നൗ. കെൻ ഐ കം ഓവർ ദർ നൗ. എനിക്ക് ഇപ്പോൾ അവിടെ വരാമോ. ഇത് നമ്മളിവിടെ ക്യാൻ എന്ന് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, എനിക്ക് ഇന്ന് നിന്നെ കാണാമോ. നമ്മൾ ചോദിക്കാറില്ലേ, എനിക്ക് ഇന്ന് നിന്നെ കാണാമോ എന്നെങ്ങനെ ചോദിക്കും? ക്യാൻ ഐ സീ യു ടുഡേ. ക്യാൻ ഐ സീ യു ടുഡേ. എനിക്ക് ഇന്ന് നിന്നെ കാണാമോ അല്ലേ, നമ്മൾ സമ്മതം ചോദിക്കാറുണ്ട്. അതുപോലെ നിനക്ക് ഇന്ന് എന്നെ വിളിക്കാമോ. നിനക്ക് ഇന്ന് എന്നെ വിളിക്കാമോ. ക്യാൻ യു. ഇവിടെ നിനക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്, എന്നെ വിളിക്കാമോ എന്നാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കും, ക്യാൻ യു കോൾ മീ ടുഡേ. ക്യാൻ യു കോൾ മീ ടുഡേ. നിനക്ക് ഇന്ന് എന്നെ വിളിക്കാമോ. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, അതായത് സമ്മതം ചോദിച്ചിട്ടുള്ളത്. ഇനി വേറൊരു രീതിയിലും നമുക്ക് സമ്മതം ചോദിക്കാനായിട്ട് പറ്റും. എന്ത് യൂസ് ചെയ്തിട്ട്? മേ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ചോദിക്കാമെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ്, ഞാൻ അവിടെ പൊക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ അവിടെ പോകട്ടെ എന്നെങ്ങനെ ചോദിക്കും? മേ ഐ ഗോ ദർ. മേ ഐ ഗോ ദർ. ഞാൻ അവിടെ പോകട്ടെ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ ഞാൻ ഇത് എടുക്കട്ടെ. എന്തെങ്കിലും ഒരു സാധനം എടുക്കുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ചിട്ട് എടുക്കാറില്ലേ. ഞാൻ ഇത് എടുക്കട്ടെ എന്നെങ്ങനെ ചോദിക്കും? മേ ഐ ടേക്ക് ദിസ്. മേ ഐ ടേക്ക് ദിസ്. ഞാനിത് എടുക്കട്ടെ, അല്ലെങ്കിൽ ഞാനിത് എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ ഞാൻ ആ വാതിലടയ്ക്കട്ടെ. ഞാൻ ആ വാതിലടയ്ക്കട്ടെ എന്നെങ്ങനെ ചോദിക്കും? മേ ഐ ക്ലോസ് ദാറ്റ് ഡോർ. മേ ഐ ക്ലോസ് ദാറ്റ് ഡോർ. ഞാൻ ആ വാതിൽ അടച്ചോട്ടെ, അല്ലെങ്കിൽ അടയ്ക്കട്ടെ എന്നൊക്കെ ചോദിക്കാം. നെക്സ്റ്റ്, നിങ്ങളുടെ അഭിപ്രായം ഞാൻ അറിയട്ടെ. നിങ്ങളുടെ അഭിപ്രായം ഞാൻ അറിയട്ടെ എന്ന് നമ്മൾ പറയാറില്ലേ. എങ്ങനെ പറയും? മേ ഐ നോ യുവർ ഫീഡ്ബാക്ക്. മേ ഐ നോ യുവർ ഫീഡ്ബാക്ക്. നിങ്ങളുടെ അഭിപ്രായം ഞാൻ അറിയട്ടെ. നെക്സ്റ്റ്, ഞാൻ തിരിച്ചു വരട്ടെ അല്ലേ. നമ്മളൊരാളോട് സമ്മതം ചോദിക്കാറുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരട്ടെ എന്നിങ്ങനെ ചോദിക്കും? മേ ഐ കം ബാക്ക്. മേ ഐ കം ബാക്ക്. ഞാൻ തിരിച്ചു വന്നോട്ടെ, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരട്ടെ. അപ്പോൾ നമുക്ക് ക്യാൻ എന്ന് യൂസ് ചെയ്തുകൊണ്ടും ഇതുപോലെയുള്ള സമ്മതങ്ങൾ ചോദിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മേ എന്ന് യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് ഇതുപോലെ സമ്മതം ചോദിക്കാനായിട്ട് പറ്റും. മേ ഐ എന്നിട്ട് എന്താണോ നമുക്ക് ചോദിക്കാനുള്ളത് ആ വേർബ് അങ്ങോട്ട് ആഡ് ചെയ്യുക. അതിന് ശേഷം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ക്യാൻ ഐ ആണെങ്കിലും അതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് ഏറ്റവും യൂസ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് മേ ഐ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരാളോട് സമ്മതം ചോദിക്കുക എന്നാണ് കേട്ടോ. മേ ഐ ഗോ. മേ ഐ കം ടുഡേ. ഞാൻ ഇന്ന് വരട്ടെ എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ശരി, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.